ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പം നമുക്ക് മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. നമുക്കൊന്നും ഒരു ഇൻട്രോ എടുക്കാനൊരു ഇതല്ല. അപ്പോൾ ഒന്നും വിഷമിക്കേണ്ട, നമ്മൾ ഈ അടുത്ത മൈക്ക് വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവായ്ക്കൂട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫുൾ പണി കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിൽ വല വെച്ചിട്ട് കവർ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് കഴിയും. അതോടൊപ്പം നമ്മൾ ഇന്ന് നമ്മളെല്ലാം ഡ്രൈവർ പ്രാവിനെ ഒന്ന് ഇളക്കി വിടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇളക്കി വിട്ടില്ലെങ്കിൽ പ്രാവിനെ നീര് വെക്കൂ. അപ്പോൾ ഇപ്പോൾ ഇളക്കി വിട്ടാൽ നമുക്ക് മയത്ത് നല്ലോണം പറത്തു. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കണ്ടേണ്ട, വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ അവായ്ക്കൂട്. അപ്പോൾ അവായ്ക്കൂട് അത്യാവശ്യം നല്ല ലുക്ക് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. ലുക്ക് മാത്രമല്ല, അത്യാവശ്യം നല്ല ഉറപ്പ് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം മണ്ണിൻ്റെ ഒക്കെ വെച്ച് ചാക്കിലാന്നു. ഇപ്പോൾ നല്ല മരത്തിൻ്റെ കട്ടി കൊണ്ടാണ്, നല്ല ഉറപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗം നമ്മൾ പണി പൂർത്തിയാക്കിയില്ല. അപ്പോൾ മോൾ ഭാഗത്ത് ചെറിയൊരു പീസ് വെക്കാണ്ട്, ചെറിയ പീസല്ല, അത്യാവശ്യം മോൾ തന്നെ കവർ ചെയ്യാണ്ട്, ഡോറും കവർ ചെയ്യാനൊക്കെ ഉണ്ട്. അതേപോലെ ഇപ്പോൾ പണി കഴിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റും 4 സൈഡ് അവായ്ക്കൂട് സെറ്റാണ്. അതേപോലെ അതിൻ്റെ ഉള്ളിലുള്ള നെറ്റും ഒക്കെ സെറ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ വെക്കാനുള്ളത് ഒരു കുളത്ത് വെക്കണം, ഈ മെയിൻ ഡോറ്. അപ്പോൾ അവിടെ ഒരു കുളത്ത് വെക്കണം. അപ്പോൾ ഈ ഡിസൈന് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ലോഫ്റ്റിൽ നിന്ന് കണ്ടാണ്. അപ്പോൾ ആശാരിനോട് ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ നമുക്ക് ആശാരിനെ വിളിച്ചിട്ട് ഉണ്ടാക്കാനുള്ള പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് അങ്ങ് ഉണ്ടാക്കി. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നെറ്റാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ആ ഡിസൈൻ തന്നെയാണ് ഞാൻ കോപ്പി അടിച്ചത്, വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു കഴിവും കൂടി അതിലുണ്ട്. എന്താ വെച്ചാൽ ഞാൻ അഡീഷണലായിട്ട് ഡോറ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മുകളിലത്തെ ഡോറും അത്യാവശ്യം നല്ല നീറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ പ്രാവിനൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈവർ പ്രാവിനൊന്ന് ഇളക്കി വിടാൻ പോവാണ്. അപ്പോൾ എന്തായാലും അവായ്ക്കൂടിൽ ഇടാൽ നടക്കൂല, പണി കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന, കൈമ പിടിച്ചിട്ട് അങ്ങ് പറത്താൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡോറിൻ്റെ പകരം നമ്മളിപ്പോൾ കയറുകൊണ്ടൊക്കെ കെട്ടിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ തുറന്നാൽ നല്ല സുഖത്തിൽ പോരും. വിജാഗിരിയൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി വെച്ചാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവായ്ക്കൂടിനെ കുറിച്ച് പറയാനുള്ളത്, വേറൊന്നുമില്ല. ഇനി നമുക്ക് നമ്മളെ പ്രാവിൻ്റെ അടുത്ത് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ഉഷാറോടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഒരു കുഞ്ഞിന് മാത്രം ഉഷാറിൻ്റെ കുറവുള്ളൂ, അത് ഈ കൂട്ടിലാണുള്ളത്. അപ്പോൾ ബാക്കിയുള്ള പ്രാവുകളൊക്കെ നമ്മളെ കൂട്ടിലുണ്ട്, സിംഗിളായിട്ട് ഇട്ടതാണ്. അപ്പോൾ ഇത് നമ്മളെ ഫസ്റ്റത്തെ മെയിനാണ്. അപ്പോൾ ഇതിനാണ് നമ്മളൊന്ന് ഇളക്കി വിടാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കൊത്തു, നമ്മളെ ആദ്യം ശീലമുണ്ടല്ലോ കണ്ടിട്ട്. അപ്പോൾ പേടിയുള്ള പ്രാവ് ഇങ്ങനെ കൊത്തൂല, പേടിയില്ലാത്ത പ്രാവ് നമ്മളോട് ഇണങ്ങിയ പ്രാവ് മാത്രം ഇങ്ങനെ കൊത്തു. അപ്പോൾ കൂടുതൽ ലാക്കാക്കുന്നില്ല, നമുക്ക് ഇതിനെ പിടിച്ചതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വിടുക. ഇളക്കി വിടാമെന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് പറത്തി നോക്കുക എന്താ അവസ്ഥ എന്ന് നോക്കിയിട്ട്. അപ്പോൾ ഗൈസ്, നമ്മളെ ഈ പ്രാവ് നമ്മൾ അടയിരിക്കുകയാണ്. അപ്പോൾ മുട്ടയിട്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ട്, നമ്മൾ ഡേറ്റൊക്കെ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഏകദേശം വിരിയാനായിട്ടുണ്ട്. എന്തായാലും അവർ അട നിന്നോട്ടെ. അപ്പോൾ നേരത്തെ കാണിച്ച ഒരു പറത്തിക്കാൻ പോകുന്ന പ്രാവില്ലാന്നോ, അപ്പോൾ അതിൻ്റെ പെണ്ണാണ്. അപ്പോൾ അതിനെ ഒന്ന് ഇളക്കി വിട്ടതിൻ്റെ ശേഷം കൂട്ടിലേക്ക് ആക്കണം, പോയി അട ഇരുന്നോട്ടെ. അപ്പോൾ കൂടുതൽ ലാക്കാക്കുന്നില്ല, ഈ പാത്രം ഒന്ന് ഉള്ളോട്ട് വെച്ചിട്ട് നമ്മളെ മറ്റേ പ്രാവിനെ, പറത്താൻ ഉദ്ദേശിക്കുന്ന പ്രാവിനെ പിടിച്ചിട്ട് കുറച്ച് വെള്ളം കൊടുത്തിട്ട് പറത്തിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ പറത്തിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാവ്. അത്യാവശ്യം നല്ല കൊത്തുമൊക്കെയാണ്, നല്ല ആക്റ്റീവായുള്ള പ്രാവാണ്. അപ്പോൾ പെട്ടെന്നൊന്ന് ഫാൽക്കനെ പിടിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ പ്രാവ്. അപ്പോൾ മെയിനായിട്ടൊന്നും നമ്മൾ കാണിച്ചു തന്നില്ല. അപ്പോൾ ഇനി നമുക്ക് അവായ്ക്കൂട്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ കൈമന്ന് പടിഞ്ഞിട്ട് ചിലപ്പോൾ പറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം പോലും കുടിക്കാതെ പറന്നിട്ട് ചിലപ്പോൾ പെട്ടെന്ന് കതയ്ക്കും പ്രാവിന്, ചിലപ്പോൾ അല്ല. എന്തായാലും ഫസ്റ്റ് ടൈം വിടുമ്പോൾ എന്തായാലും ഇതാവും, പ്രശ്നമാവും. അപ്പോൾ ഗൈസ്, ഞാനൊന്ന് വിട്ടു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഓലമല്ല ഓടുമല്ല. അപ്പോൾ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കോലെടുത്തിട്ട് തെളിച്ച് നോക്കുകയാണ്. ഒന്ന് കോലെടുത്തിട്ട് പ്രാവിൻ്റെ അവിടെ ഇങ്ങനെ തെളിച്ച് നോക്കുക, അപ്പോൾ പറക്കും. അപ്പോൾ ഗൈസ്, നമ്മളെ പ്രാവ് ഒന്ന് ജസ്റ്റ് പറന്നുണ്ട്. അപ്പോൾ ഇനി ഇരിക്കാൻ സമ്മതിക്കല്ലേ, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കയ്യൊക്കെ ആട്ടി പേടിപ്പിക്കുക. പിന്നെ വെച്ചാൽ നമ്മളെ കുഞ്ഞന്മാരൊക്കെ ഇങ്ങനെ ഡ്രൈവർ പ്രാവ് യൂസ് ചെയ്യല്ലേ. അപ്പോൾ കുറച്ച് 10 കള്ളിയായ പ്രാവുകളൊക്കെ ഡ്രൈവർ പ്രാവായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഡ്രൈവർ പ്രാവിനെ യൂസ് ചെയ്യുന്ന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രാവ് നമ്മളെ ഒറ്റയ്ക്ക് പറക്കണം. ഡ്രൈവർ പ്രാവ് എന്ന് വെച്ചാൽ നമ്മളെ കുഞ്ഞൻ മിസ്സായാലും ഇറങ്ങിത്തരാതെ ഇങ്ങനെ മണിക്കൂറോളം ഇങ്ങനെ പറക്കണം നമ്മളെ കളത്തിൽ. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും പ്രാവ് നിങ്ങളതിലുണ്ടെങ്കിലും ഒന്നും നോക്കണ്ട, ആ പ്രാവിനെ പിടിച്ച് ഡ്രൈവർ പ്രാവാക്കിയാൽ മതി.
അപ്പോൾ നമ്മളെ കളത്തിൽ തന്നെ ഉണ്ടാവും പ്രാവ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് നമ്മളെ ഈ ഡ്രൈവർ പ്രാവ് പറക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം ഇളകി കിട്ടണം. എന്തായാലും നല്ല കിതപ്പുണ്ടാവും, ചിലപ്പോൾ ഇപ്പം തന്നെ ഇറങ്ങും. അതങ്ങനെ വിട്ട് ടൈം കയറി പോവാണ്, ഒറ്റയടിക്ക് കയറൂല. ഇപ്പോൾ നമ്മൾ നാളെയും വിടും. അപ്പോൾ നാളെ ഇന്നിപ്പോൾ 2 മിനിറ്റ് പറത്താണെങ്കിൽ നാളെ ഒരു 3 മിനിറ്റ് പറക്കും. അപ്പോൾ നാളെ 3 മിനിറ്റ് പറത്തിച്ചിട്ടുണ്ട്, അതിൻ്റെ പിറ്റേന്ന് ഒരു 5 മിനിറ്റ് അങ്ങനെ 2 മിനിറ്റോ 1 മിനിറ്റോ ആയിട്ട് ഇങ്ങനെ ടൈം കയറ്റിയാൽ പ്രാവ് ഇളകിയെന്നൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം കയറ്റി കൊണ്ടുവരാം. അപ്പോൾ മാക്സിമം എല്ലാവരും രാഗി അങ്ങനത്തെ ഒക്കെ കൊടുക്കുക. ഈ രാഗി എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു മുത്താറിയില്ലേ, ചെറിയൊരു കാപ്പി കളറിൽ. അപ്പോൾ അത് വൈകുന്നേരം വെള്ളത്തിൽ കുതിർത്തിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം ഇങ്ങനെ നല്ലോണം കഴുകിയിട്ട് ഊതിക്കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാനിങ്ങനെ പഠിച്ച് വന്നിട്ടുള്ളൂ, ഇപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ആയി. ഇപ്പോൾ അത്യാവശ്യം നല്ലോണം തന്നെ ഊതിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഊതിക്കൊടുക്കുന്നതെന്ന് കാരണം വെച്ചാൽ പ്രാവിൻ്റെ വെയിറ്റൊക്കെ നല്ല രീതിയിൽ കുറയും. എന്താണെന്ന് വെച്ചാൽ പ്രാവിന് നല്ല ഹെൽത്തി ആയിരിക്കും, പക്ഷേ വെയിറ്റ് ഉണ്ടാവില്ല. അങ്ങനെ ആയിരിക്കും ഈ രാഗി കൊടുക്കുന്നതിൻ്റെ ഉപകാരം. അപ്പോൾ പറക്കുന്ന പ്രാവുകൾക്കൊക്കെ രാഗി കൊടുക്കുക. വെറുതെ പറക്കാത്ത പ്രാവിന് രാഗി കൊടുത്തിട്ട് കാര്യമില്ല. നമുക്ക് ടൈം കയറും പറക്കും എന്ന പ്രാവിനെ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ഇങ്ങനെ രാഗി കൊടുക്കുക. അപ്പോൾ ഗോതമ്പ് കൊടുക്കുന്നതൊക്കെ കുറച്ച് കുറയ്ക്കുക, പ്രാവിന് രാഗി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഗൈസ് ഒരു 6 മിനിറ്റ് പോലെ പറന്നുണ്ട് പ്രാവ്. ഇപ്പോൾ ഇറങ്ങാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്, അത്രയും താന്നിട്ടാണ് പറക്കുന്നത്. പിന്നെ ചില ടൈമിൽ പ്രാവുകൾ ഇങ്ങനെ പറക്കൂല. ഫസ്റ്റ് ടൈം നമ്മളിപ്പോൾ ഇളക്കി കൊണ്ടുവരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ചില പ്രാവുകൾ ഇങ്ങനെ പറക്കാതെ ഒലമലിരിക്കും. ചിലപ്പോൾ 1 പ്രാവശ്യം ഇരിക്കും, അല്ലെങ്കിൽ 2 പ്രാവശ്യം ഇരിക്കും, ചിലപ്പോൾ കുറേ പ്രാവശ്യം ഇരിക്കും. അപ്പോൾ കുറേ പ്രാവശ്യം ഇരിക്കുമ്പോൾ നിങ്ങൾ പിന്നെ ആ പ്രാവിനെ പറത്താത്തായിരിക്കും നല്ലത്. ഒരു 5-6 പ്രാവശ്യമൊക്കെ ഇരുന്ന് കുഴപ്പമുണ്ടാവില്ല. എന്താ വെച്ചാൽ അതൊന്ന് ഇളകി കിട്ടണ്ടേ. വിട്ടപാട് ഇരിക്കുന്ന പ്രാവുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒഴിവാക്കുക. അത് ഫസ്റ്റ് ടൈം അല്ലേ, ഒരു 5-6 പ്രാവശ്യം നമ്മൾ വിട്ട് നോക്കുക. അപ്പോൾ 5-6 പ്രാവശ്യമൊക്കെ വിട്ട് നോക്കിയിട്ട് ഇങ്ങനെ പറക്കുന്നില്ലെങ്കിൽ 2-3 ചുറ്റിയിട്ട് ഇങ്ങനെ ഒലമയിരിക്കാതെ അല്ലാതെ വിട്ടപാട് ഒലമയിരിക്കുന്ന പ്രാവാണെങ്കിൽ നിങ്ങൾ ഒന്ന് അതിനെ ഒഴിവാക്കുക. അപ്പോൾ വേറെ പ്രാവിനെ ഇറക്കുക. അപ്പോൾ ഇങ്ങനെ ഇഞ്ചതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം വിട്ടപ്പോൾ ഓടുമൽ വന്നിരുന്ന് ജസ്റ്റ് ഒന്ന് തെളിച്ചു കൊടുത്തപ്പോൾ ഇപ്പോൾ അത്യാവശ്യം 6 മിനിറ്റ് പോലെ പറന്നുണ്ട്. അപ്പോൾ ഇതൊരു 2.5 മണിക്കൂറൊക്കെ പറന്ന പ്രാവാണ്. അപ്പോൾ ഇപ്പോൾ നല്ല കിതപ്പൊക്കെ ഉണ്ടാവും, കുറേ ആയില്ലേ. അപ്പോൾ നമ്മളെ ഈ പ്രാവശ്യത്തെ ഈ സീസണിൽ പറത്തുന്ന പ്രാവാണ്. അപ്പോൾ തൂവലൊക്കെ നമ്മൾ പറിച്ചതാണ്. ഇപ്പോൾ പുതിയ തൂവലിലാണ് നമ്മൾ പറക്കുന്ന പ്രാവ്. അപ്പോൾ എന്തായാലും ഇറങ്ങാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കാക്കയൊക്കെ ഇങ്ങനെ ഓടിപ്പിക്കുന്നുണ്ട്. കുറേ ആയല്ലോ ഇവിടെ പറത്തേക്ക് പ്രാവിനെ. അപ്പോൾ കാക്കപ്പാട് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ കുറേ പ്രാവശ്യം നമ്മൾ ഇവിടെ ലോഫ്റ്റിൽ പ്രാവ് ഇങ്ങനെ പറക്കുന്ന വേണ്ട, പിന്നെ കാക്കകളൊന്നും മൈൻഡ് ചെയ്യൂല. പക്ഷേ ചില കാക്കകളൊക്കെ ഉണ്ടാവും കുഞ്ഞന്മാരങ്ങനെ അറ്റാക്ക് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ ടൈമായിട്ട് നമ്മളെ പ്രാവുകളെ വെട്ടിടാൻ. അപ്പോൾ പറക്കുന്ന പ്രാവിനെ ഇപ്പോൾ വെട്ടിട്ട് ഇറക്കുകയാണെങ്കിൽ ഇനി നമ്മളിങ്ങനെ ടൈം കയറ്റി കൊണ്ടുവരുമ്പോൾ പ്രാവ് വെട്ടിടുന്നത് വരെ പറക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം വെട്ടിട്ടിട്ട് ഇറക്കുക. വെട്ടിടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പ്രാവിനെ ഇങ്ങനെ ചിറകടിപ്പിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ തുറന്ന് വിട്ടിട്ട് ഇറക്കുക. അങ്ങനെയാണ് വെട്ടിടുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ തന്നെ ഒരു പെണ്ണുണ്ട്, അതിൻ്റെ തുണ തന്നെ നമ്മളിങ്ങനെ വെട്ടിടുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ പുറമേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കൈമേൽ ഇങ്ങനെ ആക്കി കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ നിലത്ത് വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇതിപ്പോൾ ചിറകില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ കൈമേൽ പിടിച്ച് ഇങ്ങനെ ആട്ടുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ചിറകടിക്കുന്ന കാണുമ്പോൾ ഒറ്റക്കല്ല പ്രാവ് പറക്കുന്നത്. 2 പേരാണെങ്കിൽ ചിലപ്പോൾ ഇറങ്ങി തരൂല. അങ്ങനെ ആക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഇറങ്ങി തരാൻ. പക്ഷേ ഇപ്പോൾ ഒറ്റക്ക് പറക്കുന്നത് കൊണ്ട് എന്തായാലും അതിൻ്റെ തുണനെ കാണുമ്പോൾ എന്തായാലും ഇറങ്ങി വരും പെട്ടെന്ന്. അപ്പോൾ ഞാനിനി പ്രാവ് ഇറങ്ങി വരുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ നിങ്ങൾ കണ്ടില്ല, അത്യാവശ്യം നല്ല താന്നിട്ട് തന്നെയാണ് പറക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള എല്ലാ പ്രാവിനെയും ഒക്കെ ഇങ്ങനെ ടെറസിലേക്ക് ഇങ്ങനെ തുറന്നു വിടട്ടെ.
അപ്പോൾ ഗൈസ് നമ്മൾ വെട്ടുപ്രാവിനൊക്കെ കണ്ടിട്ട് നമ്മൾ പറത്തിച്ച ഡ്രൈവർ പ്രാവിന് ഇറങ്ങാനുള്ള ഒരു ടെൻഡൻസി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം നല്ലോണം താന്നിട്ട് തന്നെയാണ് പറക്കുന്നത്. ഒരു തെങ്ങിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ പറന്ന് വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങും. അപ്പോൾ നമ്മൾ പ്രാവ് ഇറങ്ങാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് വെട്ടുപ്രാവൊക്കെ നമ്മൾ ലോഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വല നീക്കിയിട്ടുണ്ടായിരുന്നു, ആ വൈക്കാണ് വന്നത്. അപ്പോൾ നമ്മളെല്ലാ പ്രാവിനും അങ്ങോട്ട് തെളിച്ച് പുറമേക്കാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വല ഒന്ന് ഇങ്ങോട്ട് നീക്കാം, അല്ലെങ്കിൽ വീണ്ടും അതിൻ്റെ അകത്തേക്ക് പോകും. അപ്പോൾ എന്തായാലും നമ്മളെ പ്രാവ് ഇതാ അത്യാവശ്യം നല്ല താന്ന് വന്നിട്ടുണ്ട്. ഇപ്പോഴും ഇങ്ങനെ താന്ന് പറക്കുക തന്നെയാണ്. ഇങ്ങനെ കണ്ട് തന്നെ ഇങ്ങനെ പറക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഡ്രൈവർ പ്രാവ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രാവുകളങ്ങനെ കണ്ടിട്ട് പറക്കണം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒറ്റക്ക് പറക്കുന്ന പ്രാവൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം താന്ന് വന്നിട്ടുണ്ട് പ്രാവ്. ഇപ്പം തന്നെ ഇരിക്കാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ ഡ്രൈവർ പ്രാവ് ഇറങ്ങി തന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കിതപ്പുണ്ട്. അപ്പോൾ നമ്മൾ വെയിലത്തൊക്കെ ഇട്ടിട്ട് നനച്ചിട്ടൊക്കെ ഇട്ടാൽ കിതപ്പൊക്കെ മാറും. പിന്നെ കിതപ്പ് മാറാനുള്ള മെയിൻ ഇതെന്ന് വെച്ചാൽ നമ്മൾ എന്നും ഇങ്ങനെ വിടുക. അപ്പോൾ എന്നും ഇങ്ങനെ വിടുമ്പോൾ പറന്ന് ശീലം വരുമ്പോൾ കിതപ്പൊക്കെ താനേ പോവും. കിതപ്പ് മാറാൻ വലിയ മെഡിസിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, താനേ തന്നെ മാറും. അപ്പോൾ കിതപ്പുണ്ട്, ഇഞ്ച പ്രാവ് പറക്കൂല, ഇനി പറക്കൂല എന്ന് വിചാരിച്ച് വെക്കണ്ട. രാഗിയൊക്കെ കൊടുക്കുക. രാഗി എന്ന് പറയുന്ന മുത്താറി നല്ല ഫുഡ് കൊടുക്കുക. ഫുഡ് എന്ന് പറയുന്ന മുത്താറി തന്നെ, വേറെ ഒന്നുമില്ല. പിന്നെ ചോളോ അതൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ നല്ല വില ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ മുത്താറിക്കാണ് വില കുറവ്. അപ്പോൾ അതാണിപ്പോൾ നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ മുത്താറി കൊടുക്കുന്ന വില കുറവുള്ള സാധനമായതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടും ഉണ്ട്. ഡ്രൈവർ പ്രാവിന് ഇപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ മുത്താറിയൊക്കെ കൊടുത്താണ്. 2 ദിവസം മുമ്പ് ഇങ്ങനെ മുത്താറി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇതും ഉണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം നമ്മളെ പ്രാവിൻ്റെ കുറച്ചൊക്കെ നീരിങ്ങനെ ഇളകിയിട്ടുണ്ട്. അപ്പോൾ ചട്ടക്കൊക്കെ കുറച്ച് ഒരു എയിം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു 10-25 മിനിറ്റ് ഇങ്ങനെ പറന്നുണ്ട് പ്രാവ്. അപ്പോൾ എന്തായാലും നമ്മളെ കൂട്ടിൽ കയറിയിട്ടുണ്ട് പ്രാവ്. ഇപ്പോൾ കുഞ്ഞന്മാരൊക്കെ ഇങ്ങനെ തുറന്ന് പുറമേക്ക് ഇടുക. തീറ്റാണ് തിന്നാനുള്ള ടൈമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടിയൊക്കെ. ഇനിയിപ്പോൾ അങ്ങോട്ട് വീഡിയോസൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട്. ഞാൻ കുറച്ച് തിരക്കിലായി പോയതാണ്. അപ്പോൾ എന്തായാലും മാക്സിമം പെട്ടെന്ന് തന്നെ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വേറൊന്നുമില്ല പറയാൻ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ.